ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഈ എപ്പിസോഡുകൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഇനി വരാനിരിക്കുന്നതാണെന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പം ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഇനി ഇത് എപ്പോ നടക്കുന്നു എന്താണ് എന്നൊന്നും ചോദിച്ച് വഴക്കുണ്ടാക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നത് കൊണ്ട് തന്നെ രേവതിക്ക് വലിയ സങ്കടമാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഈ ഒരു ദുശീലത്തിൽ നിന്നും ഒഴിവാക്കി എടുക്കണമല്ലോ. അപ്പം അതിന്റെ പേരിൽ രവിയും സച്ചിയും ഒക്കെ തമ്മിൽ ചെറിയൊരു വഴക്കും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ രേവതി ആണെങ്കിൽ അവൾക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. ആ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ഒരു രക്ഷയില്ല, അങ്ങേര് കഴിഞ്ഞ ദിവസം കൂടി വെള്ളം അടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് ആകെ മൊത്തം അലമ്പായി, മൊത്തത്തിൽ കുടുംബത്തിന്റെ ആ ഒരു മാനം പോയി എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, മോളെ ഇത് ചില ആൾക്കാരുടെ ശീലമാണ്, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താന്നും പറഞ്ഞ് ആ ചേച്ചി കൂടി നിർത്താനുള്ള ഒരു മരുന്ന് ഉപദേശിക്കുകയാണ്. അപ്പം ഈ മരുന്ന് ഒരു ജ്യൂസിൽ കലക്കി അവന് ഡെയിലി കൊടുത്താൽ മതി, അവന് ആ ഒരു മദ്യം കഴിക്കാനുള്ള ആ ഒരു ആസക്തി അത് മാറിക്കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ചേച്ചി പറഞ്ഞതനുസരിച്ച് ആ മരുന്നും ഒക്കെ വാങ്ങി നമ്മുടെ രേവതി വീട്ടിലേക്ക് വന്ന പാടെ തന്നെ കുറച്ച് ഓറഞ്ചൊക്കെ എടുത്ത് ആ ഒരു ജ്യൂസിനകത്ത് ഈ മരുന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ്. പക്ഷേ അവിടെ ചെറിയൊരു ടിക്സ്റ്റ് നടക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വിശന്നിട്ടും അതുപോലെ തന്നെ ദാഹിച്ചിട്ടും ഒന്നും ഒരു രക്ഷയില്ല. ഇനിയിപ്പോ എന്നതാ എടുത്ത് തിന്നുന്നതെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വരികയാണ്. രേവതി ആണെങ്കിൽ ഈ സമയത്ത് മരുന്നൊക്കെ കലക്കിയ ജ്യൂസ് അവിടെ വെച്ചിട്ടുമുണ്ട്. ഈ ജ്യൂസ് ചന്ദ്രമതി മുന്നും പിന്നും നോക്കാതെ എടുത്തങ്ങ് തട്ടി. കുറച്ച് കഴിയുന്ന സമയത്താണെങ്കിലോ നമ്മുടെ രേവതി വന്ന് നോക്കുമ്പോഴത്തേക്കിനും അയ്യോ, ഇവിടെ കലക്കി വെച്ച ജ്യൂസ് കണ്ടില്ലല്ലോ. മോളെ, ജ്യൂസ് ഞാൻ കുടിച്ചായിരുന്നു എന്നും പറഞ്ഞ് ചന്ദ്രമതി ജ്യൂസിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷമാണെങ്കിലും രേവതിക്ക് വലിയ ടെൻഷനായി. കുടി നിർത്താനുള്ള ഒരു മരുന്നല്ലേ അതിനകത്ത് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ളൊരു ടെൻഷൻ. ആ ടെൻഷന്റെ പുറത്ത് അവള് വേഗം വണ്ടിയെടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പം ഇങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടി ഭാമ വരികയാണ്. ഭാമയുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നാ ഉണ്ട് ഭാമ വിശേഷങ്ങള്? കുറച്ച് ദിവസം ആയല്ലോടി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്, അതുകൊണ്ട് നിനക്ക് സുഖമാണോ? നിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അല്ല, നിന്റെ മരുമക്കളൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പം ശ്രുതി ബ്യൂട്ടി പാർലറിൽ പോയി, അതുപോലെ നമ്മുടെ രേവതി വല്ലയിടത്തും പൂക്കച്ചവടത്തിന് പോയതായിരിക്കുമെന്നും പറഞ്ഞു. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ചന്ദ്രയുടെ വയറ്റിനകത്ത് ചെറിയൊരു അസ്വസ്ഥത തോന്നുകയാണ്. ആശാട്ട് പറയുന്നുണ്ട്, എടി നീ ഇവിടെ ഒന്ന് ഇരിക്കട്ടോ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി ടോയ്ലറ്റിൽ പോയി. കുറച്ച് സമയം കഴിഞ്ഞതും ഇറങ്ങി ഇങ്ങ് വന്നു. എനിക്ക് തീരെ മേലടി, ഒരു രക്ഷയില്ല. അപ്പം അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കൂടെ നമ്മുടെ ഭാമയ്ക്ക് ഒരു കപ്പ് കാപ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ ഇരുന്നു. പിന്നീടും 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ചന്ദ്രമതി ടോയ്ലറ്റിൽ പോയിട്ട് വരികയാണ്. ഭാമ ചോദിക്കുന്നുണ്ട്, എന്റെ ചന്ദ്രൻ നിനക്കിത് എന്താ പറ്റിയത്? നിനക്ക് വല്ല ഫുഡ് പോയിസണും ആയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടി അതിന് ഫുഡ് പോയിസൺ ഒക്കെ ആവണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും പുറത്തൊന്നും പോയി ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര ഒന്നുകൂടെ ടോയ്ലറ്റിൽ പോയി. അതിനുശേഷം മടങ്ങി വന്നതും നേരെ ആ കട്ടിലിലേക്ക് കമന്നങ്ങ് വീണു. എന്റെ പൊന്നടി, എനിക്ക് ഒരു രക്ഷയില്ല, ഇപ്പൊ തന്നെ എന്റെ സകല ഊർജവും പോയി എന്നും പറഞ്ഞ് ചന്ദ്രമതി കരച്ചില് തുടങ്ങി. അപ്പൊ ചന്ദ്രയുടെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഭാമയും അതുപോലെ തന്നെ നമ്മുടെ രവിയും കൂടി സംസാരിക്കുക, എന്നൊരു കാര്യം ചെയ്യാം, ഇവൾക്ക് ഇത്രയ്ക്ക് തീരയ്ക്ക് വയ്യാണ്ടായ അവസ്ഥയില് നമുക്ക് ആശുപത്രി കൊണ്ടുപോയാലാന്ന് ചോദിച്ചു. അതെ, എനിക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ആശുപത്രിയിൽ വരാനാന്നും പറഞ്ഞ് ചന്ദ്രമതി കരയാൻ തുടങ്ങി. അപ്പൊ ചന്ദ്രയെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കണ്ടപ്പം രവിക്ക് മനസ്സിലായി ഇവൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിലോ നേരെ പോയി ആ ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിച്ചു. ചേച്ചി, ഒരബദ്ധം പറ്റി, സച്ചിയോട് ഞാൻ ആ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നതാണ്, പക്ഷെ അത് എന്റെ അമ്മായിയമ്മ എടുത്ത് കുടിച്ചു. എടി മോളെ, അത് സാരയില്ല, ഇനിയിപ്പം അങ്ങനെ ആള് മാറി കുടിച്ചെന്നും വിചാരിച്ച് നീ പേടിക്കാനൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവളോട് കാര്യം പറയുമ്പോഴത്തേക്കിനും, ചേച്ചി അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും വരുമോ? അമ്മയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കൂടിപ്പോയാല് ഒരു ലൂസ് മോഷൻ അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം രേവതി നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന പാടെ തന്നെ ചന്ദ്രയുടെ അടുത്ത് സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും എല്ലാരും ശരിക്കും പറഞ്ഞ ആ സമയത്ത് അവിടെ എത്തി. ഇവരെല്ലാരും കൂടി നിൽക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് പേടിയായി. അല്ല, ഇത് എന്താ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടെ നിൽക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പം, അതെ
ചന്ദ്രയ്ക്ക് സുഖമില്ല, ചന്ദ്രയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പൊ സച്ചി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർ ഇങ്ങോട്ട് വരുത്തുന്നതല്ലേ നല്ലത്. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കിനും രേവതി പറ്റിയ അബദ്ധം പറയുകയാണ്. അതെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇവര് ഈ കുടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചേച്ചിയെ കണ്ട് സംസാരിച്ചു. ആ ചേച്ചി തന്ന മരുന്ന് ഞാൻ ആ ജ്യൂസിൽ കലക്കി വെച്ചു. അപ്പം ജ്യൂസിന്റെ കാര്യം അന്നാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സച്ചി അറിയുന്നത് തന്നെ. തന്റെ കെട്ടിയോള് തനിക്ക് ഇങ്ങനെ ഒരു പണി തരാനാണ് ഇരുന്നതെന്നുള്ള കാര്യം അറിയുമ്പോൾ സച്ചി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവൻ അങ്ങനെ കുടിച്ചിട്ടുള്ള ഒരു പ്രശ്നമേ ഉണ്ടാക്കിയിരുന്നില്ല. അവനെ തെറ്റിദ്ധരിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ തന്റെ ഭാര്യ എത്രമാത്രം മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതയാകുന്നു എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് സച്ചിക്ക് സങ്കടമായി. സച്ചി അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലോ, എടി നീ എന്നെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു അല്ലേ, നിനക്ക് വാതുറന്ന് പറയായിരുന്നല്ലോ, നീ കണ്ടതല്ലേ ഞാൻ ജ്യൂസ് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ മെക്കിട്ട് കയറുമ്പോഴത്തേക്കിനും ഇനിയിപ്പൊ സംഭവിച്ചത് സംഭവിച്ചു, ചന്ദ്ര നീയൊന്ന് അടങ്ങി കിടക്ക്, ഡോക്ടറിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് രവി ചന്ദ്രയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ കാരണക്കാരൻ നീയാണെന്നും പറഞ്ഞ് ആ വീട്ടിലുള്ള എല്ലാരും കൂടെ നമ്മുടെ സച്ചിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. സച്ചിയാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ആ റൂമിൽ നിന്നും വെളിയിലേക്ക് പോയി. അപ്പൊ രേവതി സച്ചി അറിയാതെ ചെയ്തതാണെങ്കിലും അതൊരു തെറ്റായി പോയി എന്നുള്ള രീതിയിൽ അവനെ കണ്ട് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, വേണ്ട, എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല, നീ എങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് അവനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിലോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇല്ലടി, ഞാൻ സത്യമായിട്ടും ഞാൻ അന്ന് കുടിച്ചിട്ടല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ആരോ മനഃപൂർവ്വം എന്നെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും ആ ചതിയുടെ കഥയുമായിട്ട് നമ്മൾ നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്